സോ ഈ വീഡിയോൻ്റെ ഒരു സമ്മറി ഒന്നുമല്ല, 25th ക്രിസ്മസ് ഞാൻ ഒരു സോളോ ഡേറ്റ് പോയിട്ട് എങ്ങനെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത്. അതേപോലെ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള വീക്കെൻഡ്, ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടായ വീക്കെൻഡ്, അതായിരുന്നു 2025 ലാസ്റ്റ് വീക്കെൻഡ്. സോ അത് ഞങ്ങൾ കസിൻസിനെ മീറ്റ് ചെയ്യാൻ പോയി. അത് വീഡിയോ എടുത്തില്ല. പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ സ്ലീപ്പ് ഓവർ ഉണ്ടായിരുന്നു. അത് ബെസ്റ്റായിരുന്നു. നമ്മളെ ഫ്രണ്ടും ഹസ്ബൻഡും ഒക്കെ നിറയെ ഫുഡ് കുക്ക് ചെയ്തു. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പോർക്ക് ചില്ലി, പിന്നെ പൊതിച്ചോറ്, ഇതെല്ലാം കുക്ക് ചെയ്ത് തന്ന് നമ്മളെ ഭയങ്കര ഹാപ്പിയാക്കി വെച്ചു. സോ അവരുടെ കൂടെ ലാസ്റ്റ് വീക്കെൻഡ് ഓഫ് 2025 സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ. ഓക്കെ, ഞങ്ങൾ 2026 ആകുന്നതിൻ്റെ മുന്നേ ഇനി മീറ്റ് ചെയ്യുമെന്ന് പോലും ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഭയങ്കര അൺഎക്സ്പെക്റ്റഡായിട്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാനും പിന്നെ അവരുടെ കൂടെ സ്റ്റേ ചെയ്യാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും, സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ടൈം തികഞ്ഞില്ല. അടുത്ത ദിവസം ഞങ്ങൾ ചാറ്റ് ചെയ്യായിരുന്നു, ഇപ്പോഴേ മിസ് ചെയ്യുന്നുണ്ട്, ടൈം തികയാത്ത പോലെ ഉണ്ട് പറഞ്ഞിട്ട്. അത്രയും ഒരു ഭയങ്കര മെമ്മറബിളായിട്ടുള്ള ഒരു 1 നൈറ്റ് ആൻഡ് ഡേ കിട്ടി ഞങ്ങൾക്ക്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇന്നിപ്പോൾ 31st, ഓൾമോസ്റ്റ് 1 o'clock ആയി. ഞങ്ങൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഒരു യാത്ര പുറപ്പെടുകയാണ്. ഒരു വലിയ യാത്ര ഒന്നുമല്ല, പക്ഷേ സംടൈംസ് ഡെസ്റ്റിനേഷൻ ഈസ് നോട്ട് ദാറ്റ് എക്സൈറ്റസ്, റൈറ്റ്? അതിന് പകരം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോണ ആൾക്കാരും ആ മൊമെൻറ്റ്സൊക്കെയാണ്. സോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കുട്ടി ഗ്രൂപ്പായിട്ട് ഞങ്ങളൊരു 1 night സ്റ്റേ, ഓക്കെ, ഒരു സ്റ്റേക്കേഷൻ അതിന് വേണ്ടി പുറപ്പെടുകയാണ്. ഏർലി മോർണിംഗ് പുറപ്പെടും. പിന്നെ അതിൻ്റെ വ്ളോഗ് ഞാൻ നോക്കട്ടെ. ഇപ്പോൾ ബാക്കിയുള്ളവരിനൊന്നും ചിലപ്പോൾ ഞാൻ കാണിച്ചില്ല എന്ന് വരും, പ്രൈവസി മാനിച്ചിട്ട്. എന്നെ, സുഗീനെയും സോറോനെയും റൂഫീനെയും കവർ ചെയ്തുകൊണ്ട് ഒരു കുട്ടി വീഡിയോ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാനൊരു ന്യൂ ഇയർ വ്ളോഗായിട്ട് ഒരു 4-5 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇടാം. ഇല്ലെച്ചെങ്കിൽ പിന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വേറൊരു വീഡിയോ എടുക്കാം. ഇന്ന് നമ്മുടെ 2025 ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 2025 ലാസ്റ്റ് വീഡിയോയും ഇതായിരിക്കും. ഇനി ഇപ്പോൾ ഞാൻ എടുക്കുന്നൊരു റെസൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ 2026 മോർ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആകണം യൂട്യൂബിൽ എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ 2026 മുതൽ സ്കെഡ്യൂളൊക്കെ ഒന്നും കൂടെ ശരിയാക്കി ഇതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ടൈം മാറ്റി വെക്കുന്ന പോലെയൊക്കെ ചെയ്തിട്ട് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് എന്തായാലും വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ 31st ഒരു 12:30 AM ഇപ്പോൾ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ഉറക്കം വന്ന പോലെ ഉണ്ട്. സോ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക. കാരണം 31st ഇത് ഞാൻ അപ്ലോഡ് ചെയ്തില്ലെങ്കിൽ പിന്നെ 2025 ലാസ്റ്റ് വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു 2025? നന്നായി ഉണ്ടായിരുന്നോ? എന്തായാലും 3 കാറ്റഗറി ഉണ്ടാവും അല്ലേ? അതായത് ഭയങ്കര സൂപ്പറായിരുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ ഭയങ്കര ബാഡായിട്ടുണ്ടായിരുന്ന ആൾക്കാരുണ്ടാകാം, പിന്നെ രണ്ടും മിക്സ് ആയിട്ടുണ്ടാവും. അതായത് കുറച്ചൊക്കെ സന്തോഷവും കുറച്ചൊക്കെ സങ്കടവും അങ്ങനെയൊക്കെ ആയിട്ടുള്ളവരുണ്ടാവും അല്ലേ? സോ നമുക്കിനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. 2025 കഴിഞ്ഞു. ഇനി 2026 നമുക്ക് നല്ലതൊക്കെ വരട്ടെ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വിഷ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത്തവണ ഞാനും ഒരു കാര്യം ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അതായത് വിഷൻ ബോർഡ്. ഓക്കെ, കുറേ കാര്യങ്ങളൊന്നും വേണ്ട, ഒരു 5 to 10 കാര്യങ്ങൾ ഒരു ചെറിയ ഒരു പേപ്പറിലോ ബോർഡിലോ എവിടെയെങ്കിലും നമ്മൾ ഒന്നുകിൽ എഴുതി വെക്കുക, കാണുന്ന പോലെ ഒരു സ്കെച്ച് പെന്നൊക്കെ ഇട്ട്, ഇല്ലെങ്കിൽ നമുക്ക് അതിന് റിലേറ്റഡായിട്ട് ഇൻ്റർനെറ്റിൽ നിന്ന് എന്തെങ്കിലും ഫോട്ടോസ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് A4 ഷീറ്റിൽ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പറ്റും. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടായാലും അങ്ങനെ അത് നമ്മൾ എന്നിട്ട് എന്നും കാണുന്ന പോലെ വാർഡ്രോബ് തുറക്കുന്ന പോലെയോ അവിടെയോ, ഇല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്ന, വേറെ ആർക്കും ഇൻട്രാക്ഷനൊന്നുമില്ല, കാണില്ല എന്നുണ്ടെങ്കിൽ റൂമിലേ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെക്കാം. മാക്സിമം ഇത് ആരെയും കാണിക്കാതെ സൂക്ഷിക്കാൻ നോക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ 2026 ഡിസംബർ ആവുമ്പോൾ അതെടുത്തിട്ട് അതിലേതൊക്കെ കാര്യങ്ങൾ നടന്നു എന്ന് നോക്ക്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ഇപ്പോൾ എനിക്കൊരു ചെറിയ വിഷൻ ബോർഡ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ ഫിസിക്കലി ഒന്നും ഉണ്ടാക്കിയില്ല, ഞാൻ മൊബൈലിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സോ അതെടുത്ത് നോക്കുമ്പോൾ എനിക്ക്
ഇപ്പോൾ ഔട്ട് ഓഫ് 5 ഞാൻ 5 ഒക്കെ തന്നെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഔട്ട് ഓഫ് 5 ഒരു 3 കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഇറ്റ്സ് എ ഗുഡ് തിങ് ആക്ച്വലി. 3 കാര്യങ്ങൾ ഔട്ട് ഓഫ് 5 പറയുമ്പോൾ മോർ ദാൻ 50% അല്ലേ. അപ്പോൾ അത്രയ്ക്ക് കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സോ നമുക്ക് അതിനെന്ന് പറഞ്ഞിട്ട് ഭയങ്കര അൺറിയലിസ്റ്റിക് ആയിട്ടുള്ളതല്ല പറയണത്. വി നോ റൈറ്റ്, നമ്മളുടെ ഇപ്പോൾ ഉള്ളതിനേക്കാളും ഒരു 2 അല്ലെങ്കിൽ 3 നമ്മൾ ഇനിയും ഇമ്പ്രൂവ് ആവണം എന്നുള്ള രീതിയിലുള്ളത് എഴുതുക. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറേ ഹാർഡ് വർക്ക് ചെയ്ത് വി വിൽ വർക്ക് ടുവേർഡ്സ് ഇറ്റ്. ഓക്കെ, സോ ഞാനിങ്ങനെ വെറുതെ ജനറൽ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണത് ചിലപ്പോൾ ഇത് ആദ്യമായിട്ടായിരിക്കും. അതിന് വേറൊരു റീസണും ഉണ്ട്. അതായത് ഞാനിങ്ങനെ വീഡിയോ ചെയ്യുമ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഞാൻ ആ വീഡിയോയിൽ എന്താണ് ചെയ്യണതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ അത് കണ്ണുപൊട്ടന്മാരല്ലല്ലോ അല്ലേ വീഡിയോ കാണുന്നവർക്ക് അത് മനസ്സിലാവുന്നുണ്ടല്ലോ എന്താ ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും പഠിച്ചുകൊണ്ടിരിക്കണം. ഐ എം സ്റ്റിൽ ഇൻ ലേണിംഗ് സ്റ്റേജ്, വെരി വെരി ഏർലി ലേണിംഗ് സ്റ്റേജ്. സോ ഇപ്പോൾ ഞാനത് തിരിച്ചറിഞ്ഞു. ഇനി മുതൽ വീഡിയോയിൽ കാണുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് പകരം എനിക്കെന്തെങ്കിലുമൊക്കെ പറയാൻ തോന്നിയാൽ അതിങ്ങനെ പറയാൻ വിചാരിക്കുന്നുണ്ട്. എന്തോ നിങ്ങളായിട്ടൊക്കെ 1-on-1 ഇൻറ്ററാക്ട് ചെയ്യുന്ന ഒരു ഫീല്. സോ നിങ്ങൾ കമൻസ് ഇടണം. നിങ്ങളുടെ 2025 എങ്ങനെ ഉണ്ടായിരുന്നു, ആ 3 കാറ്റഗറിയിൽ ഏത് കാറ്റഗറി, എ ആണോ ബി ആണോ സി ആണോ എന്ന് പറയുക. പിന്നെ 2026 വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും നമുക്ക് ഇൻസ്പയർ ചെയ്യണ പോലെ എന്തെങ്കിലും ഒരു റെസൊല്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക കമൻസ് ആയിട്ട്. കാരണം ബാക്കിയുള്ളവരുടെയും കൂടെ നമുക്ക് ഇൻസ്പയർ ചെയ്യാമല്ലോ. ഇപ്പോൾ യൂട്യൂബ് ചാനൽ ആൾക്കാർ തുടങ്ങുന്നത് എന്തിനാണ്? ആരും വലിയ ട്രാജഡി സ്റ്റോറിയൊന്നും അത്രയൊന്നും പറയില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ കാര്യം. ഓക്കെ, സ്റ്റേ പോസിറ്റീവ്, ബി വിത്ത് പോസിറ്റീവ് പീപ്പിൾ ആൻഡ് തിങ്ക് പോസിറ്റീവ്ലി ആൻഡ് ഡു പോസിറ്റീവ് തിങ്സ്. അങ്ങനെ ആയിക്കഴിഞ്ഞാലേ നമുക്ക് ചുറ്റുമുള്ള ഓറ ക്ലെൻസ് ചെയ്യും, എന്നിട്ട് ഭയങ്കര പോസിറ്റിവിറ്റി ആവും. അപ്പോൾ നമുക്ക് എന്തൊരു വലിയ പ്രശ്നം വന്നാലും നമുക്കതിനെ ഒരു മെച്യൂർഡ് എന്ന് പറയണ്ട, പക്ഷേ നമുക്കത് കൺട്രോൾ ചെയ്യാനും ഹാൻഡിൽ ചെയ്യാനും പറ്റും. ഓക്കെ, സോ നമ്മുടെ മൈൻഡിൻ്റെ കൺട്രോൾ നമ്മളെ കയ്യിലിരിക്കുന്ന പോലെ ചെയ്യണമെങ്കിൽ കുറച്ച് മെഡിറ്റേഷൻ ചെയ്യുക. ഒന്നും വേണ്ട, ജസ്റ്റ് ഒരു 15 മിനിറ്റ്സ് കണ്ണടച്ചിട്ടിരിക്കുക. മ്യൂസിക് കേൾക്കാൻ ഇഷ്ടമുള്ളവർക്ക് അത് വെക്കുക. കുറേ തോട്ട്സ് വരും. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ആലോചിക്കരുത് എന്ന് വിചാരിക്കണോ അതൊക്കെ വരും. പക്ഷെ വന്നിട്ട് പോയിട്ടേ ഇരിക്കട്ടെ. അങ്ങനെ നമ്മൾ ഫ്യൂ വീക്സ് ഫ്യൂ മന്ത്സ് ആകുമ്പോൾ വി വിൽ ബി വെരി ഗുഡ് വിത്ത് മെഡിറ്റേഷൻ. നമുക്ക് നല്ല പോസിറ്റിവിറ്റി ഇതൊക്കെ കൊണ്ടുവരാൻ പറ്റും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് 2026 ഒരു ഫേവറേറ്റ് ഇയർ ആയിട്ട് മാറ്റാൻ നോക്കുക. എല്ലാവർക്കും നിറയെ ഹാപ്പിനെസ്, വെൽത്ത്, പിന്നെ ഹെൽത്ത്, പിന്നെ പീസ് ഓഫ് മൈൻഡ്, ഇതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും വരട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. എങ്ങനത്തെ ടൈപ്പ് വീഡിയോസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോൾ ഞങ്ങൾക്ക് മോണിറ്ററൈസേഷൻ ഒന്നും ആയിട്ടില്ല, പക്ഷേ കിട്ടുന്ന ഒരു സപ്പോർട്ട് ഉണ്ട് എന്നാലും. ഓക്കെ, അതും എസ്പെഷ്യലി സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് നമുക്ക് ഓരോ കമൻ്റായിട്ടായാലും ശരി, ഇൻസ്റ്റയിൽ മെസ്സേജ് ആയിട്ടായാലും ശരി, പിന്നെ ഒത്തിരി ഫീഡ്ബാക്ക്സ് നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇത് കൊള്ളൂലായിരുന്നു, ഇത് കുറച്ചുകൂടെ ശരിയാക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ നമുക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. സോ കീപ് സപ്പോർട്ടിങ് അസ്. പിന്നെ വലിയ എന്താ പറയുക, ഇതിൽ നിന്ന് കുറേ ലക്ഷങ്ങൾ ഉണ്ടാക്കുക അങ്ങനെയുള്ള ഒരാഗ്രഹവും വെച്ചിട്ടല്ല ഞാൻ ഈ ചാനൽ തുടങ്ങിയുള്ളത്. എനിക്കൊരു പാഷനായിട്ടാണ്. കാരണം ഐ ലവ് മൈ ലൈഫ്. ഓക്കെ, കുട്ടി സന്തോഷങ്ങളായാലും ഒത്തിരി കുറച്ച് വിഷമങ്ങളായാലും അതിൻ്റെ ആ ഒരു ബാലൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഭയങ്കര ഹാപ്പിനെസ് ആയാലും ലൈഫ് ഒരു ത്രില്ലും ഉണ്ടാവില്ല. സോ ഇങ്ങനെ കുറച്ച് അപ്സും ഡൗൺസും ഒക്കെ ആയിട്ടുള്ള ഞങ്ങളുടെ ഈ കുട്ടി ലൈഫ് ഞങ്ങൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ടച്ച് വുഡ്. അതേപോലെ നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ആലോചിച്ച് അതിന് നിങ്ങൾ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിച്ച് ജീവിച്ചാൽ നിങ്ങൾക്ക് ഇനിയും സന്തോഷങ്ങൾ കൂടുതൽ വന്നിട്ടിരിക്കും. ഓക്കെ, ബാക്കിയുള്ളവരുടെ സന്തോഷത്തിൽ സന്തോഷിച്ചിട്ടും സങ്കടത്തിൽ അവരെ പാസിഫൈ ചെയ്തിട്ടും
അവരുടെ വിജയങ്ങളിൽ ഒട്ടും അസൂയപ്പെടാതെ അത് നമ്മളുടെ വിജയമാണെന്ന് വിചാരിച്ചിട്ടും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലേ നമ്മളെ ലൈഫിലും കുറേ നന്മകൾ വരും. ഓക്കെ, നമ്മൾ ഈ കുശുമ്പും കുന്നായ്മയും കുറ്റവും അവരെന്താ അങ്ങനെ, ഇല്ലെങ്കിൽ അവർക്ക് കണ്ടില്ലേ അങ്ങനെ, ഇങ്ങനൊന്നും ആലോചിക്കാതെ നല്ലത് മാത്രം ആലോചിച്ചാൽ നമുക്കും നല്ലത് വരും. ഓക്കെ, ഇതൊക്കെ ഞാൻ എൻ്റെ ഈ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഇത് ഫുള്ള് ഞാൻ എൻ്റെ ലൈഫിൽ ഫോളോ ചെയ്യേണ്ട ചോദിച്ചാൽ ഒരിക്കലും അല്ല. ബിക്കോസ് ഐ ആം നോട്ട് പെർഫെക്റ്റ്, ഐ ആം എ ഹ്യൂമൻ ബീയിങ്, റൈറ്റ്? സോ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്യും. പിന്നെ അഡ്വൈസ് ചെയ്യുന്നത് എല്ലാം ചെയ്യണം പറഞ്ഞിട്ട് ഒരുപാട് ആഗ്രഹമുള്ള ആളാണ്. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്യുന്ന ആളാണ്. ഓക്കെ, ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങളെയോ കുറേ ആളുകളെയോ ഞാൻ അങ്ങനെ പിടിച്ചു വെച്ചിട്ട് എൻ്റെ പറഞ്ഞിട്ട് ഇരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. കാരണം നമ്മൾ പിടിച്ചു വെക്കും തോറും അത് നമ്മളെ വിട്ടു പോകാനാണ് ട്രൈ ചെയ്തിട്ടിരിക്കുക. അതെന്തോ ആകട്ടെ, ഫ്രണ്ട്സ് ആകട്ടെ, റിലേഷൻസ് ആകട്ടെ, റിലേഷൻഷിപ്സ് ആകട്ടെ, തിങ്സ്, മെറ്റീരിയൽസ് ആകട്ടെ. ഇപ്പോൾ കുറേ പഴയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിട്ട് കളയുക. എന്തിനാ അത് വെച്ചിട്ട് നമ്മൾ സ്പേസ് ക്ലട്ടർ ചെയ്യണത്, മൈൻഡ് ക്ലട്ടർ ചെയ്യണത്? നിങ്ങളുടെ വാർഡ്രോബ്, നിങ്ങളുടെ വീട്, നിങ്ങളുടെ മനസ്സ്, ഇതിലൊക്കെയുള്ള എക്സ്ട്രാ കാര്യങ്ങളെല്ലാം എടുത്ത് ഒഴിവാക്കുക. സത്യം, ഞാൻ എൻ്റെ ഒത്തിരി ഡ്രസ്സസും പാത്രങ്ങളും ഇങ്ങനെ ആവശ്യമില്ലാത്തതെല്ലാം ഞാൻ കളഞ്ഞു ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട്. എന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടെ എംപ്റ്റി സ്പേസ് ഉണ്ടാക്കി വെച്ചാൽ ഇനിയും നമുക്ക് ഹെൽത്തും വെൽത്തും സർപ്രൈസസും എല്ലാം വന്നിട്ടേ ഇരിക്കും. അതിന് നിങ്ങൾ കുറച്ച് സ്പേസ് ഉണ്ടാക്കുക. മെറ്റീരിയൽസിനോടുള്ള അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കണം. അത് ഞാനും മനസ്സിലാക്കിയിട്ട് വരുന്നുണ്ട്. പറ്റുന്ന അത്ര ഞാൻ ഡൊണേറ്റ് ചെയ്യാനും നോക്കുന്നുണ്ട്. പിന്നെ കളയേണ്ട കാര്യങ്ങൾ ഞാൻ കളയാനും നോക്കുന്നുണ്ട്. ഓക്കെ, സോ അതേപോലെ നിങ്ങളും എല്ലാവരും ചെയ്യണമെന്ന് ഐ വിഷ്. ഓക്കെ, ഐ ജസ്റ്റ് വിഷ് ആൻഡ് ഐ ഹോപ്പ് നിങ്ങളും ചെയ്യും പറഞ്ഞിട്ട്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും മിണ്ടണം എന്ന് തോന്നിയിട്ട് അവരെന്താ മിണ്ടാത്തേ പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഗോ ഹെഡ്, ജസ്റ്റ് സേ എ ഹായ് മെസ്സേജ്, ലൈക്ക് ഇല്ലെങ്കിൽ ഒന്ന് വിളിക്കുക. കാരണം നമ്മളുടെ ഒക്കെ ലൈഫ് ഭയങ്കര ഷോർട്ടാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കാവുന്നതാണെങ്കിൽ എല്ലാം പറഞ്ഞു തീർക്കുക. അല്ല നമ്മൾ തീരെ വേണ്ടാത്തവരാണെങ്കിൽ അവരെ വിട്ടേക്കുക. ഇറ്റ്സ് ഓക്കെ. ഓക്കെ, ജസ്റ്റ് സ്റ്റേ അറ്റ് പീസ്. സോ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ഹെൽത്തി പീസ്ഫുൾ 2026 വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഉടനെ വരാം. ടാറ്റാ, ബൈ.